ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷമുള്ള എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് റുട്ടീനാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി യൂസ്ഫുൾ ആയി എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കുവാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ഈ കുഞ്ഞു ചാനലെത്തും. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ചെയ്തു തരാൻ പറ്റുന്നൊരു ചെറിയൊരു സപ്പോർട്ടായിരിക്കും അത്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേട്ടോ. അപ്പോൾ മറക്കാതെ ഹൈപ്പ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഹൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആഴ്ചയിൽ 3 ദിവസമാണ് വരുന്നത്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12:30 കേട്ടോ നമ്മുടെ വീഡിയോസ് വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം ഞാൻ എൻ്റെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടണം. പിന്നെ അതുപോലെ തന്നെ രാവിലെ തന്നെ ഞാൻ തുണിയും കൂടെ അലക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആമി സ്കൂളിൽ പോകുന്ന സമയത്താണ്, പോയി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതുപോലെ വീടൊക്കെ ഒന്ന് ഒതുക്കി ഇടുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ പണികളൊക്കെ കഴിയും. മെയിനായിട്ട് ഈ ഫാൻ എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ അയൺ ബോക്സ് ഉണ്ടല്ലോ, അയൺ ബോക്സ് ഒക്കെ എടുത്ത് അവളുടെ യൂണിഫോമൊക്കെ രാവിലെ അയൺ ചെയ്തതിന് ശേഷം ഇവിടെ വെച്ചേക്കും കേട്ടോ. അതൊക്കെ എടുത്തൊന്ന് അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ ടേബിളിലൊക്കെ പല കാര്യങ്ങളും വലിച്ചു വാരി ഇട്ടേക്കും, അതൊക്കെ ഒന്ന് ഒതുക്കിയിടും. അപ്പോൾ രാവിലെ ആമി സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി എനിക്ക് ഫ്രീ ടൈം കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോടെ തന്നെ ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള പണികൾക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇന്നാണെങ്കിൽ രാവിലെ തന്നെ ഹസ്ബൻഡ് കുറച്ച് നല്ല നാടൻ കറിവേപ്പില മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഇതുകൊണ്ടൊരു റെസിപ്പി ചെയ്യാനാണ് ഇരിക്കുന്നത് കേട്ടോ. കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പം നല്ല നാടൻ കറിവേപ്പില കിട്ടിയാലേ ഇതിൽ ചെയ്യാനും പറ്റുള്ളായിരുന്നു. അങ്ങനെ മാർക്കറ്റിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് ഊരി ഇലകൾ മാത്രമായിട്ട് എടുത്ത് വെച്ചു. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം. അങ്ങനെ കഴുകാനായിട്ട് കിച്ചണിലേക്ക് വന്നപ്പോൾ ഉണ്ട് നമ്മുടെ കിച്ചണിലെ പൈപ്പിലുണ്ടല്ലോ ചെറിയൊരു ഇങ്ങനെ അടപ്പ് വന്നിട്ടുണ്ട്. അത് അഴുക്ക് ഇങ്ങനെ കയറിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാനതിൻ്റെ ആ ഒരു ഇതൊക്കെ വാഷറുള്ള ഒരു പോർഷനൊക്കെ എടുത്തൊന്ന് ഊരി മാറ്റിയിട്ട് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കഴുകാറുണ്ട്. പിന്നെ കൈയോടെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഡീപ് ക്ലീനിങ് അല്ല ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു 30 മിനിറ്റ് ക്ലീനിങ്ങിൻ്റെ കാര്യം, അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ആമി സ്കൂളിൽ പോയ ഉടനെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്ത പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഈ 2 പാത്രങ്ങളിലാണ് കുക്കിംഗ് ചെയ്യുന്നത്. നമ്മുടെ അയൺ പാത്രങ്ങളാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഈ ചീനച്ചട്ടിയും ഈ ഒരു ചെറിയൊരു തവയാണ് എൻ്റെ അടുത്ത് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ എപ്പോഴും മിക്ക ദിവസങ്ങളിലും ഇതിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയോടെ തന്നെ കഴുകി വെച്ച്, അതായത് തണുത്തതിന് ശേഷം കഴുകി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് എണ്ണ പുരട്ടി വെച്ചേക്കും. ഞാനിത് എപ്പോഴും മറക്കാതെ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിന് മുന്നേ ഒരു അയണിൻ്റെ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ. മാരേജൊക്കെ കഴിഞ്ഞ സമയത്ത് മേടിച്ചതാണ്. അപ്പോൾ അത് ഇതുപോലെ ഞാൻ സൂക്ഷിക്കാതെ ഇങ്ങനെ തുരുമ്പെടുത്ത് പോയായിരുന്നു. അപ്പം ഞാൻ സൂക്ഷിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിങ്ങനെ എപ്പോഴും നന്നായിട്ട് കഴുകി ചൂടാക്കിയതിന് ശേഷം എണ്ണ തേച്ചിട്ടാണ് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ കറിവേപ്പിലേക്ക് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പം നല്ല മണ്ണൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ മേടിച്ചതിൽ മണ്ണില്ല, എന്നാലും നല്ലതായിട്ടൊന്ന് കഴുകി ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളിതിൻ്റെ ആ റെസിപ്പി ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കറിവേപ്പില പൊടിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ കറിവേപ്പിലയിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. ഹെയർ ഗ്രോത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കറിയിൽ ഈ ലീവ്സ് ഇട്ടാലും കറിവേപ്പില ഇട്ടാലും നമ്മളതെടുത്ത് കളയുകയല്ലേ ചെയ്യുന്നത്, നമ്മളങ്ങനെ കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇതിനെ ഒരു പൗഡർ ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻടേക്ക് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് കുക്കുംബറും ഈ കറിവേപ്പിലയും നെല്ലിക്കയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് കുടിക്കുമായിരുന്നു. ഞങ്ങൾ മിക്കവാറും എല്ലാ ആഴ്ചയിലും കുടിക്കുന്നതാണ് കേട്ടോ. അത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ പഴയ വ്ളോഗിലൊക്കെ ഉണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ അത് വെച്ചൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഓർത്തു ഇന്നെനിക്ക് ഒന്ന്
ഐബ്രോ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു, ഒന്ന് ത്രെഡിങ് ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ ഡെയിലി എന്തെങ്കിലും ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ, ഒരു സെൽഫ് കെയർ റുട്ടീൻ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. ആഴ്ചയിൽ മിനിമം ഒരു 3 ദിവസമെങ്കിലും അത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിനിടയിൽ നമ്മളെ തന്നെ മറന്നു പോകുമല്ലേ നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ചൊരു സമയം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പോൾ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു പാക്ക് നമുക്ക് ഇടാം കേട്ടോ ഫേസിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് മേടിക്കുന്ന ക്രീമൊക്കെ അലർജിയൊക്കെ ഉണ്ടെങ്കിൽ, സ്കിന്നിന് പ്രശ്നമാണെങ്കിൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതൊന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് പാക്കോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് മുഖമെങ്കിലും ഒന്ന് കഴുകി കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലാണല്ലേ. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ആ ഒരു ബിഹേവിയറിലാണ് ഇരിക്കുന്നത് നമ്മുടെ സൗന്ദര്യം. പുറമേ ഉള്ള സൗന്ദര്യം അല്ല ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സ് എത്രത്തോളം ശുദ്ധമാണോ അതുപോലെ തന്നെ നമ്മൾ പുറത്തും നല്ല വൃത്തിയായിട്ടും നീറ്റായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ തന്നെ ശ്രമിക്കുക. വീട്ടിലല്ലേ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒന്നും ഇരിക്കരുത് കേട്ടോ. അവനവൻ തന്നെ വിചാരിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെ മാക്സിമം നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കുക. വീട്ടിൽ നിൽക്കുന്നതായതുകൊണ്ട് ആരും കാണത്തില്ല എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റിയൊക്കെ തോന്നണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം വൃത്തിയായിട്ട് തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നത്. കാരണം ഇവിടെ ഞാൻ പുറത്തൊന്നും പോകുന്നില്ലെങ്കിലും വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും പുറത്ത് പോകുന്ന പോലെ തന്നെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ എൻ്റെ കറിവേപ്പില നന്നായിട്ട് കഴുകി നമ്മുടെ ടേബിളിൻ്റെ മേലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉണങ്ങി വരാനാണ് കുറച്ച് ഞാനെടുത്ത് പുറത്ത് ഒരു ബാമ്പു ചെയറിൽ സ്റ്റൂളിൽ വെച്ച് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ഉണങ്ങി വരട്ടെ. ഇനിയാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ദേ ഒരു അയൺ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കി വെള്ളം എല്ലാം പോയതിന് ശേഷം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറിവേപ്പില ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിം ഇട്ടേക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ചുവട്ടിൽ തന്നെ നിൽക്കണം കേട്ടോ. നമ്മളിത് ഇല ഇട്ടതിന് ശേഷം ഒരിടത്തും പോകാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വറുത്തെടുക്കുന്ന സമയത്ത് ദേ ഇങ്ങനെ കരിഞ്ഞു പോകാനായിട്ട് പാടില്ല, അടിക്ക് പിടിക്കരുത്. അപ്പം ഞാൻ എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ചെറുതായിട്ട് 1-2 ഇലകൾ ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ ഞാനത് മാറ്റിയിട്ടില്ല. പക്ഷേ ഈ ഇലകളാണെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടുകയും വേണം, കളറും മാറാനായിട്ട് പാടില്ല. ഈ ഒരു ഉടച്ചെടുക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരുന്നുണ്ടോ, ആ ഒരു സൗണ്ടിൽ ആയി കിട്ടും. ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കറിവേപ്പില പൊടിയാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഉഴുന്ന് പൊടി പോലത്തെ സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ആദ്യം കറിവേപ്പില കുറച്ച് അധികം തന്നെ എടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ. എത്ര വേണമെങ്കിലും ചേർക്കാം നമുക്ക് കറിവേപ്പില. എത്രത്തോളം ചേർക്കും അത്രത്തോളം നല്ലതാണ്. പിന്നെ അതിന് ശേഷം ഒരു അര ഗ്ലാസ് ആ ഒരു കപ്പ് കണ്ടോ, അതിൽ അര കപ്പോളം ഉഴുന്നാണൊന്ന് വറുത്തെടുത്തത്. ഡ്രൈ റോസ്റ്റ് ആണ് എല്ലാം ചെയ്തെടുക്കേണ്ടത്, എണ്ണയൊന്നും ചേർക്കരുത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ വറ്റൽ മുളക് ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനത്തെ മുളക് മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. പൊട്ടുകടലയും ഒരു 1/4 കപ്പോളം എടുത്താൽ മതി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ജീരകം, അതുപോലെ കുരുമുളക്. നല്ല ജീരകവും കുരുമുളകും ഏകദേശം 1 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ അളവ് നമുക്ക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി. എന്നിട്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ എന്നിട്ട് ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. വെളുത്തുള്ളി ചേർക്കുമ്പോഴേക്കാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുക. അതുമാത്രമല്ല ഇതിൻ്റെ നമ്മൾ ഉഴുന്നുപൊടിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും വെളുത്തുള്ളി അതിൽ ചേർക്കാറുണ്ടല്ലോ, അതേ സംഭവം തന്നെയാണ് ഇതും. പിന്നെ ഉഴുന്നുപൊടിയിൽ നമ്മൾ ഉഴുന്ന് കൂടുതലായിട്ട് ചേർക്കും. അതിന് പകരം നമ്മൾ ഇതിലേക്ക് ഇഡ്ഡലി പൗഡർ ഉണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് കറിവേപ്പില എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതവിടെ തണുത്ത് വരട്ടെ. അത് തണുത്ത് വരുന്നതിനിടയിൽ തന്നെ ഞാൻ പോയിട്ട് നമ്മുടെ ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പോർഷൻ ക്ലീൻ ചെയ്തിട്ടില്ലായിരുന്നേ. കഴിഞ്ഞ ദിവസം കിച്ചൺ ക്ലീനിങ് ചെയ്തായിരുന്നല്ലോ, അപ്പോൾ ആ സമയത്ത് ഡീപ്പ് ക്ലീനിങ് ചെയ്ത സമയത്ത് ഇത് ചെയ്തില്ല. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്ലേറ്റ് സ്റ്റാൻഡൊക്കെ എടുത്തുനിന്ന് കഴുകാമെന്ന് കരുതി. കുറേ നാളായി കേട്ടോ കഴുകിയിട്ട്, 6 മാസത്തിൽ കൂടുതലായി. ഞാനിങ്ങനെ 6 മാസത്തിലൊരിക്കലാണ് ഈ പോർഷനൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുള്ളൂ. കാരണം അധികം അങ്ങനെ അഴുക്ക് പറ്റാറില്ല ഒരു ഭാഗത്ത്. അപ്പോൾ ഇന്നങ്ങനെ അത് ചെയ്യാമെന്ന് കരുതി.
പിന്നെ ഇതിനിടയിൽ തന്നെ കൈയോടെ വന്നിട്ട് നമ്മുടെ കറിവേപ്പിലേക്ക് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കുവാണെങ്കിൽ നമുക്ക് അതൊന്ന് വറുത്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് വെള്ളത്തിൻ്റെ ഈർപ്പം പോയതിന് ശേഷമാണ് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇതിനിടയിൽ തന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ വാഷിംഗ് മെഷീനിൽ തുണികൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി കൊണ്ടുപോയി വിരിച്ചിടണം. അപ്പോൾ അതും ഒരു സൈഡിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരേ സമയം ഒരുപാട് ജോലികൾ ഇങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ. അപ്പം നമ്മളിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ജോലികൾ തീർക്കാനാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ തുണികൾ പെറുക്കി ഇടുന്നതിനിടയിൽ തന്നെ നമ്മുടെ ഉഴുന്ന് പൊടിയുടെ കറിവേപ്പില പൊടിയുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ചധികം ഉപ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സാധാരണ ചേർക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഉപ്പിൻ്റെ ഒരു അളവ് കറക്റ്റ് ആവണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചേർത്തത്. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ബ്ലെൻഡ് ചെയ്തെടുത്തപ്പോൾ ഈ ഒരു ഉണ്ട മുളകായതുകൊണ്ട് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല. പിന്നെ വീണ്ടും ഞാനൊന്നുകൂടി അരച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോഴേക്കാണ് നല്ല പൗഡറായത്. പിന്നെ ഈ ബ്ലെൻഡറിലിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന അത്രയും ഫൈനായിട്ട് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. മിക്സിയിലാണെങ്കിൽ ഇത്ര പോലും കിട്ടാറില്ല. അപ്പോൾ കുറേ ബാച്ചായിട്ടാണ് ഞാനിങ്ങനെ അരച്ചെടുത്തത് കേട്ടോ. ആദ്യം ഞാൻ ഉഴുന്നിൻ്റെ മിക്സ് അരച്ചെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് കറിവേപ്പിലയുടെ ഇത് പൗഡർ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഈസി. പിന്നെ ഇത് കറിവേപ്പിലയുടെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ടെന്ന് പറയുന്നത് ഡൈജഷനെ ഒരുപാട് സഹായിക്കും, പെട്ടെന്ന് ദഹനം നടക്കും. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ ഹെയറിൻ്റെ ഗ്രോത്തിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോഴേക്കും കറിവേപ്പില കൊണ്ടൊരു കുറുക്ക് തയ്യാറാക്കി കൊടുക്കാറുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിലുള്ള അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീനായിട്ട് വരാനാണ് കേട്ടോ. അത് നമുക്ക് ഡെലിവറി കഴിയുമ്പോൾ മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ സ്ത്രീകൾക്കൊക്കെ അത് കഴിക്കാൻ പറ്റും. കരിപ്പോട്ടി ഇട്ടിട്ടാണ് അത് കുറുക്കി എടുക്കേണ്ടത് കേട്ടോ. ഞാനൊരിക്കൽ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇവിടെ തമിഴ്നാട്ടിലാണെങ്കിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ചെയ്യാറുണ്ട്. കറിവേപ്പില മാത്രമായിട്ട് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വറുത്ത് വെച്ചിട്ട് പൊടിച്ചെടുക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് വെച്ചേക്കും. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വെള്ളം തിളപ്പിച്ച്, അതായത് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇതിലൊരു സ്പൂണും കൂടി ഇട്ട് കലക്കിയിട്ട് നമ്മൾ കുടിക്കും കേട്ടോ, വെറും വയറ്റിൽ. അത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും വയറിലുള്ള അഴുക്കൊക്കെ പോകാനും ഒക്കെ സൂപ്പറാണ് കേട്ടോ. ഡീടോക്സ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മുടെ ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ കറിവേപ്പില ജ്യൂസ് തയ്യാറാക്കി കുടിക്കാം. പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ കുറുക്ക് പോലെ ചെയ്യാം. പിന്നെ കറിവേപ്പില സാദം എന്ന് പറഞ്ഞിട്ട് ഇവിടെ തമിഴ്നാട്ടിൽ ചെയ്യാറുണ്ട്. അതിങ്ങനെ കറിവേപ്പില ഇങ്ങനെ പൊടിയാക്കിയിട്ട് കടുകൊക്കെ താളിച്ച് ചോറിലിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില ജ്യൂസ് നമുക്ക് കുടിക്കാൻ പറ്റും. കറിവേപ്പില നന്നായിട്ട് അരച്ച് അതിൻ്റെ ചാറ് മാത്രമായിട്ട് അരിച്ചെടുത്തതിന് ശേഷം അങ്ങനെ കുടിക്കാം. പിന്നെ ഞാനാണെങ്കിൽ കുക്കുംബറും നെല്ലിക്കയും കൂടി ചേർത്തിട്ട് അങ്ങനെയാണ് കേട്ടോ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് റെസിപ്പീസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. മാക്സിമം കറിവേപ്പില നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോൾ മുടി കൊഴിച്ചിൽ തുടങ്ങിയതിന് ശേഷം ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇത് ഇഡ്ഡലിപ്പൊടിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ നമ്മുടെ പാത്രത്തിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് എല്ലാ പാത്രങ്ങളും എടുത്ത് അടുക്കി വെച്ചു. പിന്നെ കറിവേപ്പില പൊടി ചെയ്തപ്പോഴേക്കും തന്നെ എൻ്റെ കിച്ചണൊക്കെ ആകെ അലമ്പായി. അങ്ങനെ ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിടുവാണ്. പിന്നെ പാത്രങ്ങളും കൂടി കുറച്ച് കൂടിയിട്ടുണ്ട് കേട്ടോ. അതും കൂടി കൈയോടെ തന്നെ കഴുകി വെക്കാമെന്ന് കരുതി. പിന്നെ ഞാനാണെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിനകത്താണ് ഈ ഒരു കറിവേപ്പില പൊടിച്ചതിട്ട് വെച്ചേക്കുന്നത്. ഞാനാണെങ്കിൽ നല്ലെണ്ണയിലാണ് ഈ കറിവേപ്പില മിക്സ് കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് ഇഡ്ഡലി ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ബെസ്റ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളുണ്ടല്ലോ, അതൊക്കെ കഴുകിയിട്ട് കുറേ നാളാവുന്നുണ്ട്. അപ്പം ഞാനിതും ഒരു 3 മാസം 6 മാസമൊക്കെ കൂടുമ്പോഴാണ് ക്ലീൻ ചെയ്തെടുക്കാറുള്ളത്. ഇപ്പോൾ കുറേ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെ വരാൻ പോവുമല്ലേ, അപ്പോൾ അതിന് മുന്നേ തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ. ഇന്ന് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമാണ്. നാട്ടിലൊക്കെ ഇപ്പം മഴയാണെന്നറിയാം, പക്ഷേ ഇവിടെ അങ്ങനെ മഴ വലുതായിട്ട് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയാണ് അങ്ങോട്ട് മഴ തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പം ഞാനാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ കഴുകുന്നത് ഷാമ്പൂവിൽ നന്നായിട്ട്
കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ കഴുകുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ടൈമില്ല. ആമി ഇപ്പോൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഇത് ചെയ്ത് വെക്കണം. ഷാമ്പൂ ഇട്ട വെള്ളത്തിൽ നന്നായിട്ട് ഇതൊന്ന് മുക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കഴുകി എടുക്കുകയാണ് കേട്ടോ. ഒരു 3 മാസം കൂടുമ്പോഴും അല്ലെങ്കിൽ അഴുക്ക് കൂടിയെന്ന് തോന്നുമ്പോൾ നിങ്ങളിത് ഇങ്ങനത്തെ പ്ലാന്റ്സ് നിങ്ങളിൽ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ല റിഫ്രഷ് ആയിട്ടിരിക്കും, എപ്പോഴും നല്ല പുതിയതുപോലെ ഇരിക്കും. ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു ഫെയ്ഡായി തുടങ്ങുമല്ലോ, അതായത് പൊടിയും അഴുക്കും പറ്റുമ്പോൾ അത് നമുക്ക് അങ്ങനെ തോന്നുന്ന സമയത്ത് തന്നെ അത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ഈ മേടിച്ചേക്കുന്ന ഈ ലീവ്സ് ഉണ്ടല്ലോ, ഈ ഒരു പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം ഞാൻ ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാനിത് മേടിച്ചതിൻ്റെ ഇത് വീഡിയോ ഒക്കെ മുന്നത്തെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു പൂജാ റൂമിൽ വയ്ക്കുന്ന ഒരു ജമന്തി പോലത്തെ ഒരു ഹാരം ഉണ്ടല്ലോ, മണി തൂക്കിയിട്ടേക്കുന്നത്, അത് ഞാൻ മീഷോയിൽ നിന്ന് എടുത്തതാണ്. ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, കോഡ് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ഇതൊക്കെ മേടിച്ചിട്ട് എത്രയോ വർഷങ്ങളായി, 4-5 വർഷത്തോളമായി. പിന്നെ ആ ഒരു മണി പ്ലാന്റ് പോലെ കിടക്കുന്നത്, അതുപോലെ തന്നെ മേപ്പിൾ ലീവ്സ് ഉണ്ട്, അതൊക്കെ ആണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷം മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ എല്ലാം കൂടി എടുത്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ഒരു രീതിയിൽ കണ്ടുകൊണ്ടിരുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ലീവ്സൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചേട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ തന്നെ ഈ ഒരു ഫ്ലവർ വൈസ് ഞാൻ ഇതും 2 ഞാൻ 2 തവണയായിട്ട് ശരവണയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തെടുത്തു. ഒന്ന് നമ്മുടെ ബെഡ്റൂമിൽ ഇരുന്ന ഫ്ലവർ വൈസ് ആണ് കേട്ടോ, ഒന്ന് നമ്മുടെ ഹാളിലിരുന്നതാണ്. അപ്പം ഞാനാണെങ്കിൽ ആദ്യം ആ ഒരു പൂക്കൾ കൊണ്ടുവന്ന് സോഫയുടെ അവിടെ വെച്ചപ്പോഴേക്കും നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങ് അറ്റത്തോട്ട് വെച്ചിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് ഞാൻ ഈ ഒരു പൂക്കളെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ബെഡ്റൂമിലാണ് മറ്റേ പൂക്കൾ ഇരുന്നത് കേട്ടോ, ആ ഒരു പിങ്കും വൈറ്റും. അപ്പം ഞാൻ അതിനെ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതാണ് കേട്ടോ, ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നും നമ്മൾ ഒരേ കാര്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ടാണ്. പിന്നെ മണി പ്ലാന്റ് ഞാൻ കൊണ്ടുവന്നത് അതിലൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഞാൻ ഈ ഒരു ക്ലോക്ക് വെച്ചേക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വെച്ച് ആരോ ചോദിച്ചായിരുന്നു ഈ ക്ലോക്ക് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. ഞങ്ങൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് ഹസ്ബൻഡിൻ്റെ സെലക്ഷനാണ്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ക്ലോക്ക്, ആൻറ്റിക് കളക്ഷൻ അല്ലേ. അപ്പോൾ അങ്ങനെ ആമസോണിൽ നിന്ന് വീട് വെച്ച സമയത്ത് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ കർട്ടൻ്റെ അവിടെയാണ് മണി പ്ലാന്റ് തൂക്കിയിട്ടേക്കുന്നത്. ഇത്തവണ ഞാൻ കുറച്ച് ലെങ്ത് കൂട്ടി തന്നെ ഇട്ടിട്ടുണ്ട്. മുന്നേ ഇട്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറുതായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. കിച്ചണിലും ഞാൻ കൊണ്ടുവന്ന് മേപ്പിൾ ലീവ്സ് ആണ് വെച്ചേക്കുന്നത്. അവിടുത്തെ മണി പ്ലാന്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് മേപ്പിൾ ലീവ്സ് വെച്ചായിരുന്നു. പിന്നെ നമ്മുടെ പൂജാ റൂമിൽ വെക്കുന്ന ഒരു ഹാരം ഉണ്ടല്ലോ, അത് ഉണങ്ങിയിട്ടില്ല, അത് പുറത്ത് തന്നെ ഗ്രില്ലിൽ വെച്ചേക്കുവാണ്. പിന്നെ കുറച്ച് ഞാറപ്പഴം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിന്ന് ജ്യൂസ് അടിക്കാമെന്ന് കരുതി കേട്ടോ. ഇതും ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ സീസണാണ്, നാട്ടിലും സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് ഈ റീസെൻ്റ് ആയിട്ടാണ് കേട്ടോ ഇത് മേടിച്ചത്. കടകളിലൊക്കെ ഇതിൻ്റെ ജ്യൂസൊക്കെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഓർത്തു വീട്ടിലൊന്ന് ട്രൈ ചെയ്യാമെന്ന്. നമുക്ക് ചെറിയൊരു നാവിനൊരു കവർപ്പ് തോന്നും, പക്ഷേ എന്നാലും സാരമില്ല, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കുരു ഉണ്ടല്ലോ, അത് നമുക്ക് കുരുവിൽ നിന്ന് അതിൻ്റെ ഫ്ലഷ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഞാൻ കുറച്ച് കൽക്കണ്ട് ചേർത്തിട്ടാണ് കേട്ടോ ജ്യൂസ് അടിച്ചത്. കുറച്ച് വെള്ളം കൂടി ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഞാൻ സൈഡിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഈ ഞാറപ്പഴത്തിൻ്റെ സീഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ കളയാതെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ഒന്ന് ഉണക്കി എടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വറുത്ത് നമുക്ക് പൊടിച്ച്, അതായത് വറുത്ത് പൊടിച്ച് നമുക്ക് കഴിക്കാമെന്നാണ് പറയുന്നത് കേട്ടോ. ആഴ്ചയിൽ ഒരു ജ്യൂസ് നിങ്ങൾ കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും ചെയ്യുക കേട്ടോ. നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്കത് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ അങ്ങനത്തെ ഹസ്ബൻഡിനെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയ വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.